നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എന്നും പുതിയ ഹൈകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നുപോയത്. നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും പുതിയ ഹൈകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഡേ വെള്ളിയാഴ്ച ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും തന്നെ പുതിയ ഹൈകളിലാണ് ക്ലോസിംഗ് നടന്നത്. ഇൻഡെക്സ് ഓഹരികളിൽ ആണ് ഏറ്റവും കൂടുതൽ നിക്ഷേപ താല്പര്യം കഴിഞ്ഞ ആഴ്ച കണ്ടത്. ലാർജ് ക്യാപ്പ് ഓഹരികൾ നിഫ്റ്റിയിലുള്ളത് സെൻസെക്സിലുള്ളത് ഒക്കെയാണ് ഏറ്റവും നല്ല മുന്നേറ്റം കാഴ്ചവെച്ചത്. ആദ്യത്തെ ദിവസങ്ങളിൽ ബാങ്കിങ് സെക്ടറാണ് മികച്ചു നിന്നത്. അതും 2-3 ബാങ്കുകളാണ് നിഫ്റ്റിയൊക്കെ ഏറ്റവും ഉയരത്തിലെത്തിച്ചത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, പിന്നെ ആക്സിസ് ബാങ്ക്. ഇതൊക്കെയാണ് ആദ്യ ദിവസങ്ങളിൽ നിഫ്റ്റിയെയും സെൻസെക്സിനെയും എല്ലാം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയത്. അടുത്ത ദിവസം റിലയൻസ് തന്നെ ഗംഭീരമായ ഒരു മുന്നേറ്റം നടത്തി. അതിനടുത്ത ദിവസം IT സെക്ടറിലുള്ള വമ്പന്മാരായിരുന്നു മുന്നിലേക്ക് വന്നത്. ഇൻഫോസിസ്, TCS, HCL ടെക്നോളജീസ്, മറ്റേ ടെക് മഹീന്ദ്ര, ഇവരൊക്കെ നല്ല രീതിയിൽ മുന്നേറി. അടുത്ത ദിവസം വീണ്ടും റിലയൻസ് തന്നെ ഒരു മുന്നേറ്റം നടത്തി. വെള്ളിയാഴ്ച മാത്രമാണ് മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിംഗ് കണ്ടത്. എന്നിട്ടും 24,000-ന് താഴേക്ക് മാർക്കറ്റ് വന്നില്ല. അതിനർത്ഥം മാർക്കറ്റ് സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു. ചെറിയൊരു ലാഭമെടുപ്പ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് നടത്തി എന്നത് കവിഞ്ഞ് വേറൊരു കറക്ഷൻ മോഡിലേക്ക് പോകുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർക്കറ്റ് മുന്നേറുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് സംഭവിച്ചത്. ഇലക്ഷന് മുമ്പ് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇൻഡെക്സ് ഷെയറുകളാണ് മുന്നേറ്റത്തിൽ ആദ്യം പറക്കുക, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അടുത്ത നീക്കം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച പലരും പ്രതീക്ഷിക്കുന്നത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ കുറേ ഡേറ്റകളൊക്കെ വരുന്ന സമയമാണ്. ഇൻഫ്ലേഷൻ്റെയും വളർച്ചയുടെ ഡേറ്റ, ഇങ്ങനെ കുറേ ഡേറ്റകളെല്ലാം വരുന്ന ഒരു ആഴ്ചയാണ് ആദ്യത്തേത്. ആദ്യ ദിവസം തന്നെ മറ്റേ വാഹനങ്ങളുടെ വിൽപ്പന വിവരങ്ങൾ വരും. അതൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നിരുന്നാലും മാർക്കറ്റിൽ ഇൻഡെക്സ് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞു. നല്ല രീതിയിലേക്ക് ആ ഷെയറുകൾ പലതും മുന്നേറി. 10% ബാങ്കുകൾ പലതും മുന്നേറി. ആ വമ്പൻ ബാങ്കുകൾ എന്ന് നോക്കണം. അപ്പോൾ മറ്റേ IT സെക്ടർ മുന്നേറിയിട്ടുണ്ട്, റിലയൻസ്, അങ്ങനെ അത്തരം ഷെയറുകളെല്ലാം മുന്നേറി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അടുത്ത ആഴ്ച. മാർക്കറ്റ് ചെറിയ രീതിയിൽ കുറയാം, അല്പമൊക്കെ ഉയരാം, അങ്ങനെയുള്ള ഒരവസ്ഥ. മാർക്കറ്റിൻ്റെ ഓവറാൾ ലുക്കിൽ, അതായത് നിങ്ങൾ നോക്കുന്ന ഇൻഡെക്സുകളിൽ വലിയ ചലനങ്ങൾ, വലിയ മുന്നേറ്റം ആയിരിക്കില്ല അടുത്ത ആഴ്ച ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ കഴിഞ്ഞ ആഴ്ച മങ്ങിയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. വമ്പൻ ഷെയറുകൾ കുതിച്ചു പോയപ്പോൾ അവയെല്ലാം മൈനസിലേക്കാണ് പോയത്. മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലുമുള്ള പല ഓഹരികളും. അപ്പോൾ ഈ ആഴ്ച ഇനി സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ അതേ ലെവലിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ഷെയറുകൾ മുന്നോട്ട് വരും. അപ്പോൾ മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും മുന്നിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അവയൊക്കെ പോസിറ്റീവായി ഇൻഡെക്സിൻ്റെ പോസിറ്റീവായി കാണിക്കും. അപ്പോൾ മാത്രമേ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് ശരിയാവുകയുള്ളൂ. അങ്ങനെയാണ് ബുൾ മാർക്കറ്റ് മുന്നോട്ട് പോവുക. ആദ്യം ഇൻഡെക്സ് എല്ലാം മുന്നേറി, അവയ്ക്ക് സപ്പോർട്ടായിട്ട് അടുത്ത മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും പതുക്കെ മുന്നേറുകയാണ് ചെയ്യുക.
അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ഡേറ്റകളും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നേറുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യ ദിവസം തന്നെ വരാനുള്ള നമ്മളുടെ വാഹനങ്ങളുടെ വിൽപ്പന വിവരങ്ങളാണ്. പലതിനും ടാറ്റ മോട്ടോഴ്സൊക്കെ കുറഞ്ഞ വിൽപ്പനയിലാണ് കഴിഞ്ഞ മാസം നടന്നതെന്നാണ് ന്യൂസുകളിൽ നിന്നൊക്കെ അറിയുന്നത്. എന്ന് കരുതിയും മാർക്കറ്റിൽ അതൊന്നും ആ ഷെയറിനെ സംബന്ധിച്ച് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിലൊക്കെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവാം, അത് റിക്കവർ ചെയ്യാം, അങ്ങനെയുള്ളൂ. എന്നിരുന്നാലും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. വലിയ തകർച്ചയൊന്നും ആയിരിക്കില്ല ഒരു വിൽപ്പന കുറയുന്നതിലൂടെ എന്നും ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇനി വരാനുള്ളത്. ഇപ്പോൾ ഈ ആഴ്ച കൊണ്ടൊന്നും ഒന്നും സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാനാവില്ല. അതുപോലെ തന്നെയാണ് മറ്റ് സെക്ടറുകളിലെ റിസൾട്ടുകൾ വന്നു തുടങ്ങും. ഇനി ഈ മാസമാണ് റിസൾട്ട്, ക്വാർട്ടർലി റിസൾട്ടിൻ്റെ സമയമാണ്. അതും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ഇടയുള്ള സംഭവങ്ങളാണല്ലോ. ഇൻഫോസിസൊക്കെ ആദ്യം, ഇൻഫോസിസ്, TCS, HCL ടെക്കിൻ്റെയൊക്കെ ആദ്യം വരുന്ന റിസൾട്ടുകളാണ്. IT കമ്പനികളിൽ ഇത്തവണ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് പറയാറില്ല ആരും. അതെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചാലാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് മുകളിലാകുന്നത്, അപ്രതീക്ഷിതമാകുന്നത്. അതേസമയം അത് ഇത് മോശപ്പെട്ട പ്രകടനമാണെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് അതിൽ വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല. അതേസമയം മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എല്ലാം നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന IT മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായതുകൊണ്ട് അവയിൽ വളരെ പോസിറ്റീവായി മാറും. അതുപോലെ ഓട്ടോമൊബൈലിലൊക്കെ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത്രയേറെ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നാണ്. അത് മോശമായാലാണ് ശരിക്കും മാർക്കറ്റിൻ്റെ അപ്രതീക്ഷിതമാകുന്നത്. അപ്പോൾ അതുപോലെയുള്ള റിസൾട്ടുകളൊക്കെ വരുമ്പോൾ അതിനും സ്വാധീനിക്കും, അതും നമ്മളുടെ ഈ കാര്യങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് മാർക്കറ്റിൽ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു. HDFC ബാങ്കൊക്കെ അന്ന് പറഞ്ഞ ഷെയറുകളാണ്. ഈ HDFC ബാങ്കൊക്കെ ചലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവയൊക്കെ ഒരു 2000 രൂപയിൽ എത്തുന്നതിനൊന്നും ഒരുപാട് താമസമുണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. അത്ര മാത്രം ലോ വാല്യൂഡ് ആയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ശ്രദ്ധിക്കാതെ മാർക്കറ്റിൽ താണു കിടക്കുന്ന ഒരു ഓഹരിയാണത്. അതുകൊണ്ടാണ് അതിന് മുന്നേറ്റം ഒരുപാട് സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഇതുപോലെ തന്നെ നമ്മൾക്ക് വാങ്ങിച്ചിട്ടാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ വേറെ ഒരു ശ്രദ്ധയും കൊടുക്കേണ്ടാത്ത ചില ഷെയറുകളുണ്ട്. ഇപ്പോൾ IRCTC കഴിഞ്ഞ ദിവസം വീണ്ടും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 990 ഒക്കെയാണ്, 1000-ന് താഴെ. അതൊരു 700 ചിലവനൊക്കെ ആയിരുന്നു ഇപ്പോൾ തൊട്ട് ഞാൻ പറയുന്ന ഷെയറാണ് IRCTC. അതൊക്കെ വാങ്ങി വെച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ശ്രദ്ധയും അതിന് ആവശ്യമില്ലാത്ത ഒരു ഷെയറാണ്. നിങ്ങൾ ഇന്ന് തന്നെ വിറ്റ് കാശാക്കാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കരുത്. ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങി വെക്കാവുന്ന ഒരു ഷെയറാണ്. കണ്ണും കൂട്ടി വാങ്ങി വെക്കാം IRCTC. അതുപോലെ CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് കൊടുക്കുന്നത്, അവർ ബോണസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അത് 20% അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാണ് ബോണസ് എന്ന്, എങ്ങനെയാണ് ബോണസ് എന്നൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ജൂലൈ 2-ന് നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിലാണ് അത് തീരുമാനമാവുകയുള്ളൂ. അപ്പോഴേ അതൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോഴും അത് 20% അന്ന് തന്നെ, ഇന്നലെ തന്നെ, വെള്ളിയാഴ്ച തന്നെ അപ്പർ ലിമിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്ന ഒരു ഷെയറാണ്. അതിനെക്കുറിച്ച് വീണ്ടും പ്രത്യേകിച്ച് ആലോചിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ അത് മോണോപ്പൊളിയാണ്. IRCTC ഇന്ത്യൻ റെയിൽവേയിലെ കാറ്ററിങ്ങും ബുക്കിങ്ങും എല്ലാം നടത്തുന്ന ഒരു ഏജൻസിയാണ്, ഒരേ ഒരു ഏജൻസിയാണ്. അവരാണ് അതിൻ്റെ മോണോപ്പൊളി. അതുകൊണ്ടാണ് അത് നമ്മൾ മാർക്കറ്റിൽ എന്തായാലും ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു പോവുകയോ കെട്ടി പോവുകയോ ചെയ്യുന്ന ഒരു ഷെയറല്ല. അപ്പോൾ നമുക്കത് വാങ്ങിയിടുക എന്നേ ഉള്ളൂ. അത് മറന്നേക്കുക. അതിന് നിങ്ങൾക്ക് അസറ്റ് എത്ര ക്രിയേറ്റ് ചെയ്തു എന്ന് 2-3 വർഷങ്ങൾ അല്ലെങ്കിൽ 4-5 വർഷങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും.
ആ രീതിയിൽ സൂക്ഷിക്കാവുന്ന ഷെയറുകളാണ്. IRCTC, CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ്, അത് മോണോപ്പൊളിയാണ് അതിനകത്ത്. NSDL ഉണ്ട്. ആ NSDLിനേക്കാളും മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത് CDSL ആണ്. CDSLന്റെ ഈ ഷെയറിൻ്റെ ഡെപ്പോസിറ്ററി സൂക്ഷിക്കുന്നത്, അതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരുപാട് ബിസിനസ് കൂടി വരുന്ന ഒരു അവസരമാണ്. ഷെയർ മാർക്കറ്റിലേക്ക് ആളുകൾ ഓരോരുത്തർ ഓരോ രീതിയിൽ നിന്നും വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എത്രയോ ഡെപ്പോസിറ്ററി അക്കൗണ്ടുകൾ കൂടുന്നു, അതിനെല്ലാം ഇവരാണ് അതെല്ലാം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ സർവീസാണ് അവരുടെ മേഖല, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണത്. അപ്പോൾ ആ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് ഉയർന്നാലും ഇനിയിപ്പോൾ വലിയ സെല്ലിങ് വരുന്ന സമയത്തും അവർക്ക് അതിൻ്റെതായ ബിസിനസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഈ 2 ഷെയറുകൾ നിങ്ങൾക്ക് നോക്കി വയ്ക്കാവുന്നതാണ്. നിങ്ങൾ അത് താഴേക്ക് വരുമ്പോഴാണ് വാങ്ങേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ 20% അപ്പുറത്തെ സർക്യൂട്ടിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബോണസിൻ്റെ ബേരത്തിലാണ്. ആ ബോണസ് എങ്ങനെയാണെന്ന് അറിയുക, ഇതിൻ്റെ ക്ലോസിങ് ഡേറ്റ് ഏതാണെന്ന് അറിയുക. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ അതിലൊക്കെ നിക്ഷേപിക്കാൻ. ഡിപ്പിൽ വാങ്ങുക എന്നുള്ളതേ ഇതുള്ളൂ. എന്നിട്ട് അനങ്ങാതിരിക്കാം. എന്നു വെച്ചാൽ അത്രയും ഷെയറുകൾ വേറെ ഒരു ശ്രദ്ധയും കൊടുക്കേണ്ട കാര്യമില്ല. അവ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് തീർച്ചയായിട്ടും തരും. അങ്ങനെയുള്ള 2 ഷെയറുകളാണ് IRCTC, CDSL ഒക്കെ. HDFC ബാങ്ക്, വീണ്ടും ഞാൻ പറയുന്നു, HDFC ബാങ്കൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അവരൊക്കെ മാർക്കറ്റ് കയറി പോകുന്നതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും കാണുക. നമസ്കാരം.